പുതിയൊരു വാർത്ത വരുന്നു. ശബരിമലയിലെ കട്ടിളപ്പാളികളിൽ സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിച്ച ദേവസ്വം ബോർഡ് തീരുമാനം ദുരൂഹമെന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. സ്വർണം വേർതിരിച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താൻ ദക്ഷിണ ഭാരതത്തിൽ സുതാര്യമായ സ്ഥാപനമില്ലെന്ന് ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടായിരുന്നു ഉത്തരവ്. തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2025 ജൂലൈയിൽ ഉത്തരവിറക്കിയത്. ഇതിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് ശബരിമലയിലെ ചെമ്പുപാളികൾ സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിച്ചത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുൽ, അങ്ങനെ ഓരോന്നായി കള്ളി വെളിച്ചത്താകുന്നു. നോക്കൂ, ദേവസ്വത്തിന് തന്നെ ഉറപ്പില്ല സ്മാർട്ട് ക്രിയേഷൻ സുതാര്യമാണോ എന്ന്. അങ്ങനെ ഒരു ഉത്തരവ് പോലും ഇറങ്ങിയിരിക്കുന്നു. ഈ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിശദാംശങ്ങൾ. കൃഷ്ണയെ ആദ്യഘട്ടത്തിൽ തന്നെ പൊളിയുന്നത് ഈ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ അവകാശവാദങ്ങളാണ്. കാരണം ഈ സമയം, അതായത് ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉയർന്നപ്പോൾ പ്രശാന്ത് പറയുന്നത് പ്രശാന്തിൻ്റെ കാലത്ത് ക്രമക്കേടുകൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ സ്വർണം പൂശാൻ വേണ്ടി അവിടെ നിന്നും ചെമ്പുപാളികൾ കൊണ്ടുപോയതും സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിച്ചതുമൊക്കെ നിയമപരമായിട്ട് തന്നെയാണ്. അതിൽ യാതൊരു ചിട്ടലംഘനവും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രശാന്തിൻ്റെ അവകാശവാദം. പക്ഷേ ആ കാര്യങ്ങളൊക്കെ പൊള്ളയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവ്. അതായത് തിരുവിതാംകൂറിൻ്റെ കീഴിലുള്ള തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആ കൊടിമരത്തിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തീരുമാനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം സെക്രട്ടറി പുറത്തിറക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടിലാണ്, ഉത്തരവിലാണ്, അതായത് ദക്ഷിണ ഭാരതത്തിൽ ഇത്തരത്തിൽ സ്വർണം പൂശുന്നതിന് അല്ലെങ്കിൽ സ്വർണം വേർതിരിച്ചെടുത്ത് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നതിന് സുതാര്യമായിട്ടുള്ള ഒരു സ്ഥാപനവും ഇല്ല എന്ന തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. അത് ദേവസ്വം സെക്രട്ടറി ആ ഉത്തരവ് ഉദ്ധരിച്ചിരിക്കുന്നത് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് തിരുവാഭരണം കമ്മീഷണറാണ് ഇതിന്മേൽ പരിശോധന നടത്തി അവിടുത്തെ കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശോധന നടത്തി ഇത്തരത്തിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നതിന് സുതാര്യമായിട്ടുള്ള യാതൊരു കമ്പനിയും ദക്ഷിണ ഭാരതത്തിലില്ല എന്നുള്ളൊരു കണ്ടെത്തൽ നടത്തുകയുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവാഭരണം കമ്മീഷണർ ഒരു റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ദേവസ്വം സെക്രട്ടറി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു കമ്പനി ഇല്ല, അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ കൊടിമരത്തിന് സ്വർണം അങ്ങനെ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ സാധിക്കുകയില്ല. പരമ്പരാഗതമായിട്ട് സ്വർണം പൊതിയൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിന് മറ്റ് കമ്പനികളെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കാം എന്നുള്ളതായിരുന്നു ആ ഉത്തരവ്. എന്തായാലും ഇവിടെ പ്രസക്തമാകുന്നത് അങ്ങനെ ദക്ഷിണ ഭാരതത്തിൽ ഒരു സ്ഥാപനമില്ല, ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് സുതാര്യമായിട്ടുള്ള ഒരു സ്ഥാപനമില്ല എന്ന് തിരുവാഭരണം കമ്മീഷണറുടെയും ദേവസ്വം സെക്രട്ടറിയുടെയും ഉത്തരവ് നിലനിൽക്കെ തന്നെയാണ് അതേ കാലയളവിൽ തന്നെ ശബരിമലയിലെ സുതാര്യമായൊരു സ്ഥാപനം ദക്ഷിണ ഭാരതത്തിൽ ഇല്ല, ഇലക്ട്രോപ്ലേറ്റിംഗിന് സ്വർണം വേർതിരിക്കുന്ന ഇലക്ട്രോപ്ലേറ്റിംഗിന് ഇല്ല എന്ന് ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുമ്പോൾ അതിനർത്ഥം സുതാര്യമല്ലാത്ത പ്രവൃത്തികൾ സ്മാർട്ട് ക്രിയേഷൻസ് മുൻപ് നടത്തി എന്ന് ദേവസ്വം സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടിരുന്നു, അതൊളിപ്പിച്ചു വെച്ചു എന്നല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. കാരണം സുതാര്യമായിട്ടുള്ള എന്ന് കൃത്യമായിട്ട് എടുത്ത ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥാപനമില്ല. അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസ് അത് ദക്ഷിണ ഭാരതത്തിലുള്ള കമ്പനിയാണ്, ചെന്നൈ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ആ കമ്പനി സുതാര്യമല്ല എന്നുള്ള ഒരു അർത്ഥം അത് ആ ദേവസ്വം സെക്രട്ടറിയുടെയും തിരുവാഭരണം കമ്മീഷണറുടെയും റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ഇരിക്കെ എന്തിനാണ് സ്മാർട്ട് ക്രിയേഷൻസിനെ തന്നെ അല്ലെങ്കിൽ ശബരിമലയിലെ ചെമ്പുപാളികളിൽ സ്വർണം പൂശാനായിട്ട് ഏൽപ്പിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് പ്രസക്തമായിട്ട് ഉയർന്നു വരുന്നത്. ആ ഇടപാടിൽ അഴിമതിയില്ലേ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും വിശ്വാസികളുടെയും ഭക്തരുടെയും ഭാഗത്തു നിന്നും ഇനി ഉയരാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത്. അത് ആരുടെ ഇടപെടലിലായിരുന്നു, അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഇടപെടൽ അതിലുണ്ടായിരുന്നോ? ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടൽ ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് പോറ്റി അടക്കമുള്ളവരുടെ പങ്ക് അതിൽ നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ്. എന്തായാലും ആ ഇടപെടലുകളൊക്കെ ദുരൂഹമാണ്, അത് അഴിമതി നിറഞ്ഞതാണ് എന്നുള്ള കാര്യം എന്തായാലും ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. ഇത് ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു, ശബരിമലയിൽ വരുമ്പോൾ അങ്ങനെ അല്ലാത്തൊരു നിലപാട്, അത് ഏത് തരത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എന്ത് നിലപാടാണ് എന്നുള്ളൊരു ചോദ്യമാണ് പ്രസക്തമായിട്ടും ഉയർന്നു വരുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ കൃത്യമായിട്ട് അഴിമതി തന്നെയാണ്, സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്നുകൊണ്ട് അഴിമതി ഇടപാടുകൾ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് എന്തായാലും ഈ ഘട്ടത്തിൽ വ്യക്തമായിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സുതാര്യമല്ലാത്ത കമ്പനിയാകുന്നു, ശബരിമലയിൽ വരുമ്പോൾ അത് സുതാര്യമായിട്ടുള്ള കമ്പനിയായി മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് ഇതിന് ഉത്തരം പറയേണ്ടത്. സ്മാർട്ട് ക്രിയേഷൻസിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനം ചോദ്യങ്ങൾ കടുപ്പിക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ മറുപടി പറയാതെ ദേഷ്യത്തിൽ നടന്നു പോകുന്ന PS പ്രശാന്തിനെ നമ്മൾ
കഴിഞ്ഞ ഒരു വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ്. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ കൈകൾ പരിശുദ്ധമാണ്, എല്ലാം 2019 എന്ന് ആവർത്തിക്കുകയായിരുന്നു PS പ്രശാന്ത്. ഇപ്പോൾ ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ PS പ്രശാന്തിൻ്റെ പങ്ക് തെളിയുന്നുവോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. PS പ്രശാന്തിൻ്റെ ഇടപെടലില്ലാതെ ഈ ഒരു കാര്യത്തിൽ സംഭവിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവാണ്. അതിനെ മറികടന്നുകൊണ്ട് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് കരാർ ഏൽപ്പിക്കണമെങ്കിൽ അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അതിന് മുകളിലുള്ള ആളുകളുടെയോ ഇടപെടലോ നിർദ്ദേശമോ ഇല്ലാതെ സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് എന്തായാലും ഈ ഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇതിന് ഇനി കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ തന്നെയാണ്. PS പ്രശാന്ത് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം ഇപ്പോൾ ക്രമക്കേടൊന്നുമില്ല, എല്ലാം 2019 സംഭവിച്ച ക്രമക്കേടുകൾ മാത്രമാണ്. നിയമം ലംഘിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നത് 2019 എന്ന് മാത്രം PS പ്രശാന്ത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലയളവിലാണ്, ഈ ചുരുങ്ങിയ തൊട്ട് മുമ്പുള്ള മാസങ്ങളിലാണ് ഈ ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതെന്നാണ് ഈ ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവ് പുറത്താകുന്നത് 2025 ഈ വർഷം ജൂലൈ മാസത്തിലാണ്. അതിനുശേഷം തൊട്ടടുത്ത മാസത്തിലാണ്, സെപ്റ്റംബർ മാസത്തിലാണ് ശബരിമലയിൽ നിന്നും പാളികൾ കൊണ്ടുപോവുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിമുടി ദുരൂഹത തന്നെയാണ് ദേവസ്വം ബോർഡിലെ ഇടപെടലുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഉത്തരവിലടക്കം അത് പ്രാബല്യത്തിൽ അല്ലെങ്കിൽ അത് തെളിഞ്ഞു കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസിനെ ഈ ജോലി ഏൽപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും തന്നെയാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയുവാൻ സാധിക്കുന്നുണ്ട്. കൃഷ്ണരാജ്, യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ശബരിമലയിലെ കട്ടിളപ്പാളികളിൽ സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിച്ച ദേവസ്വം ബോർഡ് തീരുമാനം ദുരൂഹമെന്ന് വ്യക്തമാകുന്നു. അതായത് സ്വർണം വേർതിരിച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താൻ ദക്ഷിണ ഭാരതത്തിൽ സുതാര്യമായൊരു സ്ഥാപനമില്ലെന്ന് ദേവസ്വം സെക്രട്ടറി 2025 ജൂലൈയിൽ ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാണ്. എന്നിട്ടും എന്തേ ഇത് ചെയ്തു എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നു. ഈ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.